ഈ വീഡിയോയിൽ ഇപ്പോൾ ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോഴും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ റഷ്യ ഉക്രൈൻ ആയിക്കോട്ടെ, ഇപ്പോഴും കൂടുതൽ കനത്ത ആക്രമണങ്ങളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് എന്തെല്ലാം രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാലും ആക്രമണം തകൃതിയായിട്ട് നടക്കുന്നു. ഉക്രൈനിലെ സെലൻസ്കി യുദ്ധം നിർത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു സൈഡിൽ നടക്കുന്നു. ലോങ് റേഞ്ച് മിസൈലൊക്കെ പരീക്ഷണം നടത്തി 1000 കിലോമീറ്റർ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മിസൈലൊക്കെ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഉക്രൈനിൽ. ഇതൊക്കെ ഏത് രീതിയിൽ റഷ്യ കൺസിഡർ ചെയ്യും, തിരിച്ചടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ട വിഷയങ്ങളാണ്. അതിലുപരിയായിട്ട് UK കൂടുതൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. UK പറയുന്നത് ഞങ്ങളുടെ സോൾജേഴ്സിനെ ഞങ്ങൾ ഉക്രൈനിലേക്ക് ഡിപ്ലോയ് ചെയ്യാണ്. അത് ഉക്രൈൻ സോൾജേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനും അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനുമായിട്ടാണ് സോൾജേഴ്സിനെ അയക്കുന്നത്. പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായിട്ടൊക്കെ ചർച്ചകൾ വളരെ തകൃതിയായിട്ട് നടന്നാണല്ലോ. അപ്പൊ UK സോൾജേഴ്സ് ഇനി ഉക്രൈനിൽ വരും എന്ന് ഏകദേശം ഒരു പരിധി വരെ ഓക്കെ ആയിട്ടുണ്ട്. അതേപോലെ വരാനിരിക്കുന്ന ജർമ്മനിയുടെ ചാൻസലർ, വരാനിരിക്കുന്ന മെർസ് എന്ന് പറഞ്ഞ ജർമ്മനിയുടെ ചാൻസലർ ഉക്രൈന് ലോങ് റേഞ്ചിലുള്ള ടോറസ് മിസൈൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഉക്രൈനിന് ടോറസ് മിസൈൽ വരുന്നതായിട്ടാണ് ഇപ്പൊ വാർത്തകൾ വരുന്നത്. ഇതിങ്ങനെ പറഞ്ഞാൽ പോരാ, കൊടുത്തിട്ട് പറയുന്നതായിരിക്കും നല്ലത്. കാരണം യൂറോപ്പും ഈ UK ഒക്കെ കുറെ നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പ്രാവർത്തികമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഏത് രീതിയിൽ പോയാലും ഇനി റഷ്യ ഉക്രൈൻ യുദ്ധം നല്ല രീതിയിൽ തകൃതിയായിട്ട് നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 14-ാം തീയതി പുടിനും ട്രംപും കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ടെലിഫോൺ കോൺവെർസേഷൻ. അതിൽ വീണ്ടും പുടിൻ ഈ ഒരു യുദ്ധം നിർത്താൻ തയ്യാറാണെന്ന് തന്നെയാണ് പുടിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ സെലൻസ്കിയാണ് ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം യൂറോപ്യൻ, അതേപോലെ തന്നെ UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഫേക്ക് ആയിട്ടുള്ള മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് രീതിയിൽ പോകും എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. ഇന്നലെ അമേരിക്ക വളരെ ഷാർപ്പായിട്ട് ഒരു പ്രിസൈസ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. യമനിലാണ് ഹൂത്തികളുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയതായിട്ട് അറിയപ്പെടുന്നത്. ഇതിനകത്ത് 31 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 110 പേർക്ക് ഗുരുതരമായ പരിക്കാണ്. ആ രീതിയിലാണ് ഈ ആക്രമണം നടന്നത്. ഇത് വേണ്ടി വന്നാൽ 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആയിട്ടാണ് അമേരിക്ക അതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഹൂത്തികൾക്ക് നിർണായക അറ്റാക്ക്, ഈ ഒരു ഇടയ്ക്ക് വെച്ച് നടത്തിയ ഒരു ആക്രമണത്തിൽ ഹൂത്തികൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മാരകമായ അടി തന്നെയാണ് ഈ 31 പേര് കൊല്ലപ്പെടുന്ന രീതിയിലുള്ള ഒരു ആക്രമണം. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ട്രംപിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് ഇപ്പൊ നടപ്പിലാക്കിയത്. ഇതുപോലെ തുടർന്നാൽ ഹൂത്തികൾ കുറെയൊക്കെ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട ഒരു സാഹചര്യം വരും. ഹൂത്തികളെ അറ്റാക്ക് ചെയ്യാൻ അമേരിക്ക നിർബന്ധമായത് ട്രാൻസ്ഷിപ്പ്, അതായത് മെർച്ചന്റ് ഷിപ്പുകളെ ത്രെട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അറ്റാക്കിന് അമേരിക്ക മുതിർന്നത്. രണ്ടാമത്തെ വിഷയം, ഇറാൻ ഇതിൽ ഒരു രീതിയിലും ഹൂത്തികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിലേക്കും ആക്രമണം നീളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ IRGCയുടെ ചീഫ് ഇപ്പൊ തന്നെ ഇതിനെ ഗണ്ണിച്ച് സംസാരിച്ചിരിക്കുക. ഹൂത്തികളുടെ മേളിൽ നടത്തിയ ആക്രമണത്തിനെ ഇറാൻ കണ്ടംപ്റ്റ് ചെയ്ത് വളരെ ശക്തമായിട്ട് ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ആക്ഷൻ പ്ലാൻസും ഇനി പ്രോക്സി വർക്കൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ഇനി കണ്ടറിയണം. ഹമാസ് ഈ വിറ്റ്കോഫിന്റെ ഒരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നല്ലോ, അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രൊപ്പോസൽ ആണ്. അതായത് 60 ദിവസത്തേക്ക് സീസ് ഫയർ നീട്ടി വെച്ചുകൊണ്ട്, അതായത് മിഡ് ഓഫ് ഏപ്രിൽ വരെ ഈ ഒരു ഫസ്റ്റ് ഫേസ് സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ബന്ദികളായിട്ടുള്ള ആൾക്കാരിൽ പകുതി പേരെ റിലീസ് ചെയ്യാന്നുള്ളത്. ഈ മരിച്ചുപോയ ആൾക്കാരെ കുറിച്ചല്ല ഇവിടെ കൺസേൺ രേഖപ്പെടുത്തുന്നത്, ഇവിടെ ജീവിച്ചിരിക്കുന്ന ഹോസ്റ്റേജിൽ പകുതി പേരെ റിലീസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ, ഈ ജീവിച്ചിരിക്കുന്ന ബന്ദികളിൽ പകുതി പേരെ വിട്ടുതരിക എന്ന് പറഞ്ഞാൽ ഇതേപോലെ സെയിം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗക്കാർ ജീവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്ടിക്സ് ഉപയോഗിക്കുന്നത്. അതായത് എത്ര പേരാണ് ജീവിച്ചിരിക്കുന്നത് അതിന്റെ നേർ പകുതി 50% നിങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ 10 പേരാണ് വരുന്നുണ്ടെങ്കിൽ 20 പേര് ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇല്ല 20 പേരാണ് വരുന്നുണ്ടെങ്കിൽ 40 പേര് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കരുതാം. അപ്പൊ ആ രീതിയിൽ ഒരു എൻഡ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേലിന് അറിയണം എത്ര പേരാണ് ജീവിച്ചിരിക്കുന്നുള്ളത്. കാരണം ഹമാസ് ഇത് ഒരിക്കലും പുറത്തു പറയുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഫൈനലി ഇന്നലെ സ്റ്റീവ് വിറ്റ്കോഫ് ഹമാസുമായിട്ടുള്ള ഒരു ചർച്ച നിർത്തി ഫെഡപ്പായി എണ്ണീറ്റ് വന്നതിന് ശേഷം ഹമാസ് ഇന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഞങ്ങള് സ്റ്റീവ് വിറ്റ്കോഫ് പ്രപ്പോസ് ചെയ്ത ആ ഒരു പ്രപ്പോസലിനെ അംഗീകരിക്കുന്നു, ഞങ്ങൾ അതിന് തയ്യാറാണെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പം ഇസ്രായേലിനുള്ള ടീമിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റീവ് വിറ്റ്കോഫിന്റെ പ്ലാനുമായിട്ട് ആ പ്രപ്പോസലുമായിട്ട് കൂടുതൽ ഡീപ്പായിട്ട് സംസാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ സൈഡിലുള്ള നെഗോസിയേഷൻ ഇപ്പം ഈ അമേരിക്കൻ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകുന്നത്, വിച്ച് ഈസ് ഹമാസ് പാർഷ്യലി അഗ്രി ചെയ്ത പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ബന്ദികൾക്ക് വേണ്ടിയിട്ട് അവിടെ നിരന്തരം പോരാട്ടം നടത്തുന്ന ഈ പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവർ പറയുന്നത് നിങ്ങൾ ഒരിക്കലും പകുതി പേരെ ചോദിച്ചിട്ട് ഒരു 50 ദിവസം ഇങ്ങനെ നീട്ടി കൊടുക്കരുത്. കാരണം നിങ്ങൾ പകുതി പേരെ റിലീസ് ചെയ്തിട്ട് 50 ദിവസം ഇങ്ങനെ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഏപ്രിൽ മിഡ് വരെ വീണ്ടും ഈ ബാക്കിയുള്ള ഈ 50% കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ബന്ദികളുണ്ടല്ലോ, ബാക്കി ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അവിടെ നരകതുല്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലായിരിക്കും കടന്നു പോകേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ 1 ടൈം റിലീസ് മൊത്തത്തിൽ ചോദിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഇതും ഡിനൈ ചെയ്തുകൊണ്ട് ഫുൾ ആയിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ബന്ദികളെ മൊത്തത്തിൽ വിട്ടുതരാനുള്ള ഒരു ഡിമാൻഡ് വെച്ചുകൂടെ എന്നാണ് അവർ ഒരു ചോദ്യം ചോദിക്കുന്നത്. മാനുഷികമായിട്ടുള്ള ചിന്താഗതിയിൽ നോക്കുമ്പോഴത്തേക്കും അതൊക്കെ വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു
ചോദ്യം തന്നെയാണ്. പക്ഷെ ഇവിടെ തീവ്രവാദികൾ അത് അംഗീകരിക്കുമോ? അവർക്ക് എന്ത് മാനുഷിക പരിഗണനയാണ്? തീവ്രവാദികളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതുള്ളത് മറന്നിട്ടാണ് ഈ ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ഒരു ബന്ദികൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വേണമെന്ന് മനസ്സിലാക്കാൻ. കാര്യം ഗവൺമെന്റ് തീർച്ചയായിട്ടും ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്ത് മേടിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. തീവ്രവാദികളുമായിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അത് പകുതി വരെ റിലീസ് ആവട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് വരിക എന്നുള്ളതാണ്, എന്നുള്ള ഒരു കൺസിഡറേഷൻ അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മുഴുവനുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും ഹമാസ് വിട്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് വേണ്ടത് യുദ്ധം നിർത്തി പെർമനന്റ് സീസ് ഫയർ വേണം എന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ മൊത്തം ബന്ദികളെ വിട്ടുതരാൻ പോകുന്നത്? തീർച്ചയായിട്ടും ജീവനുള്ള ബന്ദികൾ തന്നെയാണ് അവർക്ക് മുതൽക്കൂട്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഈ 50% തരാൻ സമ്മതിച്ചത് തന്നെ വലിയ കാര്യമാണ്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഈ ഹൂത്തികളുടെ മേളിൽ നടത്തിയ ഒരു അറ്റാക്ക്, അതേപോലെ തന്നെ ഇസ്രായേൽ ഇന്നലെ ഗാസയ്ക്കുള്ളിൽ നടത്തിയ ഒരു ആക്രമണം. ഈ ആക്രമണത്തിൽ സംഭവിച്ചത് 9 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നോർത്തേൺ ഗാസ ഭാഗത്ത് ബെയ്ത്ത് ലാഹിയയിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത്. ഇന്നലെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 9 മരണമാണ് രേഖപ്പെടുത്തിയത്. അതിൽ 6 പേര് വളരെ നിർണായക പൊസിഷനിൽ ഉണ്ടായിരുന്ന 6 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരുടെ ലിസ്റ്റ് ഇന്ന് IDF പുറത്തുവിട്ടിട്ടുണ്ട്. ഇവർ 6 പേരും തന്നെ ലീഡിംഗ് പൊസിഷനിലുള്ള ഹമാസ് തീവ്രവാദികളാണ്. ഇതൊക്കെ തന്നെ ഹമാസിനെ അമ്പരപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ആക്രമണം തുടരെ നടക്കും എന്നുള്ളത് അവർ മുൻകൂട്ടി കരുതിക്കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ജീവിച്ചിരിക്കുന്ന ബന്ദികളിൽ 50% ഞങ്ങൾ റിലീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ കമ്മിറ്റഡ് ആയി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലുപരിയായിട്ട് ഈ ബന്ദികളായിട്ടിരുന്ന് ഫസ്റ്റ് ഫേസിൽ റിലീസായ ഒരു ബന്ദി, പുള്ളിയുടെ പേര് ടാൽ ഷഹോം എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്, ഇവരെ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ തന്നെയും, അതായത് ഈ ബന്ദികളെ പിടിച്ചു വെച്ചിട്ട് ഈ ഒരു യുദ്ധം ഇസ്രായേൽ ഗാസയ്ക്കുള്ളില് ഹമാസിനെ കൺഫ്രന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയും ഇവര് രഹസ്യമായിട്ട് പുതിയ തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഇത് ഈ ടണൽ നെറ്റ്വർക്ക് ഗാസയ്ക്കുള്ളില് പുതിയ രീതിയിൽ വ്യാപിച്ചു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഈ ബന്ദികൾ ഓരോന്നായിട്ട് ഇങ്ങനെ റിവീൽ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ ഏറെക്കുറെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് 2ാം ഘട്ട ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിലീസായി വന്ന ബന്ദികളുണ്ടല്ലോ, അവർ കൊടുക്കുന്ന കുറെ കീ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇപ്പോഴും പൂർണ്ണമായ ഇൻഫർമേഷൻസ് പുറത്തു വിട്ടിട്ടില്ല. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അതേപോലെ IDF ആയിക്കോട്ടെ, ഈ പൂർണ്ണ രൂപം പുറത്തു വിട്ടിട്ടില്ല. ഈ റിലീസായിട്ട് വന്ന ബന്ദികളുണ്ടല്ലോ, അവരെ കൊണ്ടുവച്ചിരുന്ന സ്ഥലങ്ങൾ, ഏത് ഏരിയ, ഇതേപോലെ ഐഡന്റിഫിക്കേഷൻ, ഇതുപോലെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള പല കീ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ 2ാം ഘട്ട സീസ് ഫയർ, ഈ ഒരു IDF ട്രൂപ്സിനെ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് 2ാം ഘട്ട സീസ് ഫയറിലോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കാത്തത് ഇതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും ഇത് തുടരേണ്ടി വരും. അവിടെ ഒരുപാട് ടണൽ നെറ്റ്വർക്കുകൾ ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ നെറ്റ്വർക്കുകളൊക്കെ തകർത്തിട്ട് മാത്രമേ ഇസ്രായേൽ ഇതിൽ തീരുമാനം എടുക്കുള്ളൂ. അതിനു മുമ്പേ പോയിട്ട് സീസ് ഫയർ ഒപ്പിട്ട് ട്രൂപ്സിനെ പിൻവലിക്കാൻ ഇസ്രായേൽ അങ്ങനെ ടീമിനെ അല്ല അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിന്റെ കയ്യിൽ നിർണായകമായ തെളിവുകളുണ്ട്. അവര് നല്ല രീതിയിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പൂർണ്ണ ഐഡിയ അവർക്കുണ്ട്. അപ്പൊ എങ്ങനെയും ഇനിയും ആക്രമണം നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പലരും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാ പിന്നെ ഈ ഹമാസ് ഇത്രമാത്രം അവിടെ ഈ ഹമാസ് ഇത്രമാത്രം ഗാസയ്ക്കുള്ളിൽ അവർ ഇത്രമാത്രം എക്സ്പോസ്ഡ് ആവുന്നുണ്ടല്ലോ, അവരെ എന്തുകൊണ്ട് ആക്രമിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആക്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറെ ബന്ദികൾ, അഥവാ ഇവര് ഈ ബന്ദികളെയൊക്കെ ഇതേപോലെ ഒരു മറയായിട്ട് അവർ ഉപയോഗിക്കും. അത് ഉപയോഗിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ബന്ദികൾ ചിലപ്പം ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ കുറച്ച് മാറി നിൽക്കുന്നത്. ഇനി വെളിയിലുള്ള ആൾക്കാരെയൊക്കെ ടാർഗറ്റ് ചെയ്ത അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റഡ് അറ്റാക്കുകൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ബന്ദികൾ മാത്രം പൂർണ്ണമായിട്ട് വെളിയിൽ വരണം, അല്ലാന്നുണ്ടെങ്കിൽ എത്ര ബന്ദികൾ ജീവിച്ചിരിക്കുന്നുള്ള കൃത്യമായ അറിവ് കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇസ്രായേലിന് തകൃതിയായിട്ട് അവിടെ അറ്റാക്ക് തുടരാൻ പറ്റുള്ളൂ. അപ്പൊ അത് തുടരാൻ വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബന്ദികൾ, ഇതാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.